നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ ഒരു മുന്നണിയും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരത്തിന്റെ വീറും വാശിയും ഇതിനകം തന്നെ പ്രകടമായി കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ തുടക്കമാണ് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റായ ആർ ശ്രീലേഖയും സിറ്റിംഗ് എം.എൽ.എ. ആയ വി.കെ. പ്രശാന്തും തമ്മിലുള്ള തർക്കമെന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കോർപ്പറേഷൻ കൗൺസിലറായ തനിക്ക് വേണ്ടി സ്ഥലം എം.എൽ.എയുടെ ഓഫീസ് ഒഴിയണമെന്ന് പറഞ്ഞ ശ്രീലേഖ ലക്ഷ്യമിടുന്നത് കേവലം എം.എൽ.എ. ഓഫീസ് മാത്രമല്ല, എം.എൽ.എ. പദവി തന്നെയാണെന്നത് വ്യക്തമാണ്. മേയർ പദവി വാഗ്ദാനം ചെയ്യിപ്പിച്ച് ശ്രീലേഖയെ മത്സരിപ്പിച്ച ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം പകരം അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നിയമസഭാ സീറ്റാണ്. വട്ടിയൂർക്കാവ് സീറ്റിൽ ശ്രീലേഖ മത്സരിക്കുമെന്നത് ഇപ്പോൾ സംഘപരിവാർ നേതൃത്വവും ഉറപ്പിച്ച മട്ടാണ്. കേരളത്തിലെ ആദ്യ വനിതാ IPS ഓഫീസറായ ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിച്ചാൽ വിജയം ഉറപ്പാണെന്ന് ബി.ജെ.പി. വിശ്വസിക്കുമ്പോൾ ശ്രീലേഖയല്ല ആര് തന്നെ എതിരാളിയായി വന്നാലും എം.എൽ.എ. ബ്രോ മണ്ഡലം നിലനിർത്തുമെന്ന് തന്നെയാണ് CPM നേതാക്കൾ ഉറച്ചു വിശ്വസിക്കുന്നത്. 2 ടേം എന്ന നിബന്ധന ഇത്തവണ നടപ്പിലാക്കില്ലെന്ന് സൂചന നൽകുന്ന CPM നേതൃത്വം വട്ടിയൂർക്കാവിൽ ഇത്തവണയും മത്സരിക്കാൻ പോകുന്നത് പ്രശാന്ത് തന്നെയാണെന്ന സൂചനയാണ് നൽകുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 61,111 വോട്ടുകളും 44.40% വോട്ട് ഷെയറും നേടിയാണ് വി.കെ. പ്രശാന്ത് വിജയിച്ചിരുന്നത്. രണ്ടാം സ്ഥാനത്ത് അന്നെത്തിയത് ഇപ്പോഴത്തെ മേയറായ വി രാജേഷാണ്. ബി.ജെ.പി. സ്ഥാനാർത്ഥിയായ അദ്ദേഹത്തിന് 39,596 വോട്ടുകളും 28.77% വോട്ട് ഷെയറുമാണ് ലഭിച്ചിരുന്നത്. മൂന്നാം സ്ഥാനത്തെത്തിയ കോൺഗ്രസിലെ വീണ എസ് നായർക്ക് 30,455 വോട്ടുകളും 25.76% വോട്ട് ഷെയറും ലഭിക്കുകയുണ്ടായി. ഇത്തവണയും CPM-ഉം ബി.ജെ.പിയും തമ്മിലുള്ള നേരിട്ട ഏറ്റുമുട്ടലാണ് വട്ടിയൂർക്കാവിൽ നടക്കാൻ പോകുന്നത്. വി.കെ. പ്രശാന്തും ശ്രീലേഖയുമാണ് മത്സരിക്കാൻ സാധ്യത എന്നറിഞ്ഞതോടെ കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കാനില്ലെന്ന നിലപാടിലാണുള്ളത്. തൃശൂർ, കോഴിക്കോട് ജില്ലകളിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടാനാണ് മുരളി ആഗ്രഹിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ചുരുങ്ങിയ കാലം കൊണ്ട് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളാണ് രണ്ടാം വട്ടവും വി.കെ. പ്രശാന്തിനെ തുണച്ചിരുന്നത്. ജാതിയും വിശ്വാസവും ഏറെ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലത്തിൽ വോട്ടർമാർ ഒടുവിൽ വികസനത്തിനു തന്നെയാണ് പ്രാധാന്യം നൽകിയിരുന്നത്. എം.എൽ.എ. എന്ന നിലയിൽ മണ്ഡലത്തിൽ പ്രശാന്ത് ഉണ്ടാക്കിയ സജീവതയും ഗുണം ചെയ്തു. UDF-ന്റെയും ബി.ജെ.പിയുടെയും വോട്ടുകൾ പോലും ഉപതെരഞ്ഞെടുപ്പിലെ പോലെ 2021-ലും പ്രശാന്തിന് തന്നെയാണ് ലഭിച്ചതെന്നാണ് ഫലം സൂചിപ്പിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയോടുള്ള കോൺഗ്രസിലെ താല്പര്യക്കുറവും ജില്ലാ പ്രസിഡന്റ് തന്നെ മത്സരിക്കാൻ ഇറങ്ങിയതിലുള്ള ബി.ജെ.പിയിലെ അതൃപ്തിയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രശാന്തിന് ഗുണമായി മാറിയിട്ടുണ്ട്. അതിനു പുറമെ സർക്കാർ ഉദ്യോഗസ്ഥർ, ക്രൈസ്തവ സമൂഹം എന്നിവ നിർണായകമായ മണ്ഡലത്തിൽ അവരുടെ പിന്തുണയും പ്രശാന്തിന് തന്നെയാണ് ലഭിച്ചിരുന്നത്. 34-ാം വയസ്സിൽ മേയറായി നഗരത്തിന്റെ മനം കവർന്ന പ്രശാന്തിനെ വട്ടിയൂർക്കാവിൽ തോൽപ്പിക്കുക എന്നത് ശ്രീലേഖയ്ക്ക് അത്ര എളുപ്പം സാധിക്കുന്ന കാര്യമല്ല. അതിന് ശ്രീലേഖയ്ക്ക് ഇപ്പോഴുള്ള ഇമേജ് പോരാതെ വരുമെന്ന് CPM അണികൾ പറയുമ്പോൾ അതിലും കാര്യമില്ലാതില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ എം.എൽ.എ. ഓഫീസ് ഒഴിപ്പിക്കാൻ ശ്രീലേഖ കാട്ടിയ എടുത്തുചാട്ടവും അവർക്ക് തന്നെയാണ് ദോഷം ചെയ്യുക. IPS പദവിയിൽ ഇരിക്കുമ്പോൾ കാട്ടിയ പക്വത എന്തുകൊണ്ടാണ് ശ്രീലേഖ കോർപ്പറേഷൻ കൗൺസിലർ ആകുമ്പോൾ കാണിക്കാതിരിക്കുന്നതെന്ന ചോദ്യം ഉയരുന്നതും അതുകൊണ്ടാണ്. ഇക്കാര്യത്തിൽ ബി.ജെ.പി. നേതൃത്വം കൃത്യമായ മാർഗനിർദ്ദേശം ശ്രീലേഖയ്ക്ക് നൽകിയില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം സംസ്ഥാനത്ത് മൊത്തത്തിലാണ് ബി.ജെ.പിയെ ബാധിക്കാൻ പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കൂടി പിടിച്ചതോടെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പി. നേതൃത്വം മുന്നോട്ടു പോകുന്നത്. സംസ്ഥാനത്ത് ബി.ജെ.പി. വിജയപ്രതീക്ഷ പുലർത്തുന്ന 10 മണ്ഡലങ്ങളിൽ 5ഉം തിരുവനന്തപുരം ജില്ലയിലാണുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, കാട്ടാക്കട, ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തിയിരുന്നത് ബി.ജെ.പി. ആണ്. അതുകൊണ്ട് തന്നെ ഈ 5 മണ്ഡലങ്ങളും ലക്ഷ്യമിട്ടാണ് സംഘപരിവാർ സംഘടനകൾ നിലവിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് CPM മുന്നോട്ടു പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ബി.ജെ.പി. പിടിച്ചെങ്കിലും വോട്ടിംഗ് ശതമാനത്തിൽ നഗരസഭയിൽ ഇപ്പോഴും ഇടതുപക്ഷത്തിന് തന്നെയാണ് മുൻതൂക്കമെന്നതാണ് കണക്കുകൾ നിരത്തി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ജനവിധിയും ബി.ജെ.പിക്കും കോൺഗ്രസിനും എതിരാണെന്നാണ് അവർ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കും കൊണ്ട് ബി.ജെ.പി. മനക്കോട്ട കെട്ടണമെന്നാണ് CPM നേതൃത്വം പറയുന്നത്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. മുന്നേറ്റമുണ്ടാക്കിയ ബൂത്തുകളിൽ അസാധാരണമാം വിധം വോട്ടർമാരെ കാണാനില്ലെന്ന തരത്തിലുള്ള കണക്കുകളും ഇപ്പോൾ വീണ്ടും പ്രചരിക്കുന്നുണ്ട്. നേമം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ 10,000-കണക്കിന് ആളുകളെ കണ്ടെത്താനായിട്ടില്ലെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ SIR കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ടെന്നാണ് ആക്ഷേപം.
ഇത് സംബന്ധിച്ച കണക്കുകൾ നിരത്തി പുറത്തുവിട്ട മാധ്യമ വാർത്തകൾ പ്രചരിപ്പിച്ചാണ് വീണ്ടും സജീവ ചർച്ചയാക്കി ഒരു വിഭാഗം നിർത്തിയിരിക്കുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പുറത്തുവിട്ട എന്യൂമറേഷൻ ഫോം തിരികെ വരാത്തവരുടെ പട്ടികയിലെ വിവരങ്ങളിൽ ഈ നിയോജക മണ്ഡലങ്ങളിൽ അസാധാരണമായ വർധനമാണുള്ളത്. BJP വലിയ മുന്നേറ്റമുണ്ടാക്കിയ ബൂത്തുകൾ മാത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ അസാധാരണത്വം ഒന്നും കൂടി ഉറപ്പിക്കാൻ കഴിയും. കോൺഗ്രസിന്റെ ശശി തരൂരിനേക്കാൾ BJPയുടെ രാജീവ് ചന്ദ്രശേഖർ 22,126 വോട്ടിന് ഭൂരിപക്ഷം നേടിയ നേമത്ത് ആകെ 49,063 വോട്ടർമാർ പുറത്തുപോയി. ഇതിൽ BLOമാർക്ക് ഫോം വിതരണം ചെയ്യാൻ പോലും കണ്ടെത്താൻ സാധിക്കാത്ത അൺട്രേസബിൾ ആൻഡ് ആബ്സെന്റ് വിഭാഗക്കാരാണ് കൂടുതൽ. നേമത്തെ 1, 2, 4, 6, 10 എന്നീ 5 ബൂത്തുകൾ മാത്രം എടുക്കുമ്പോൾ 941 വോട്ടർമാരാണ് അൺട്രേസബിൾ ആൻഡ് ആബ്സെന്റ് വിഭാഗത്തിലുള്ളത്. സ്ഥിരമായി താമസം മാറിയവരുടെയും എന്യൂമറേഷൻ ഫോം വാങ്ങാൻ വിസമ്മതിച്ചവരുടെയും കണക്ക് വേറെയാണ്. 23% കൂടുതൽ വോട്ടർമാരുടെ ഫോം തിരികെ വരാത്ത മണ്ഡലങ്ങളിലെ 180 ബൂത്തുകൾ പരിശോധിക്കുമ്പോഴും കണ്ടെത്താനാവാത്തവരുടെ പട്ടികയ്ക്ക് നീളം കൂടുതലാണ്. BJP ഒന്നാമതെത്തിയ വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലങ്ങളിലെ സ്ഥിതിയും മറിച്ചല്ല. നാലാഞ്ചിറയിലുള്ള 14-ാം ബൂത്തിൽ 511 പേരുടെ ഫോം തിരികെ വരാത്തതിൽ 292 പേർ അൺട്രേസബിൾ ആൻഡ് ആബ്സെന്റ് വിഭാഗത്തിലാണുള്ളത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ 51,163 പേരുടെ ഫോമുകൾ തിരികെ വന്നിട്ടില്ലെന്നുള്ളതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. കഴക്കൂട്ടത്തെ ബൂത്ത് 24-ൽ 273, ബൂത്ത് 23-ൽ 261 പേരും BLOമാർക്ക് ഫോം പോലും വിതരണം ചെയ്യാൻ കണ്ടെത്താത്തവരാണ്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിൽ 25,233 പേരും ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ 16,012 പേരെയും കണ്ടെത്താനായിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഇപ്പോൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നത്.